പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക എന്താണ് പോസ്റ്റ് കൈനീഷ്യൻ. ഒരു സെക്കൻഡ്. പോസ്റ്റ് കൈനീഷ്യൻ വ്യൂ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. നമുക്കറിയാം ഈ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞത് ബേസിക്കലി ഇറ്റ് ഈസ് കൈനീഷ്യൻ കോൺസെപ്റ്റ്സ് അല്ലേ. കെയ്ൻഷ്യൻ കോൺസെപ്റ്റാണ്. കെയ്ൻസിനെ കൂടാതെ കലക്കി എന്ന് പറഞ്ഞൊരു ഇക്കോണമിസ്റ്റുകളും കൂടെ ഈ എഫക്റ്റീവ് ഡിമാൻഡിനെ ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തു, കെയ്ൻസിന് മുമ്പേ തന്നെ പറയാം. പക്ഷേ കെയ്ലേക്കെയും കാൾഡോറിനെയും അതുപോലെ ജോൺ റോബിൻസിനെല്ലാം നമ്മൾ ഈ പോസ്റ്റ് കെയ്നീഷ്യൻ സ്കൂളിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ശരിക്കും കെയ്നീഷ്യനായിട്ട് നമ്മൾ തന്നെ കാണുമോ? കാരണം കെയ്ൻസ് ആണല്ലോ അത്ര പോപ്പുലറൈസ് ചെയ്ത കോൺസെപ്റ്റിനെ. അപ്പോൾ ഈ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സുകൾ ഈ എഫക്റ്റീവ് ഡിമാൻഡിനെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് പറയാം എങ്ങനെയാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. എഫക്റ്റീവ് ഡിമാൻഡ് പോസ്റ്റ് കെയ്നീഷ്യൻ ആൾക്കാരെ എങ്ങനെ അതിനെ കണ്ടു എന്നുള്ളത് പറയണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് നമുക്കിവിടെ പോകണ്ട. കാരണം നമുക്ക് പോകണമെങ്കിൽ നമ്മൾ കലക്കി, കാൾഡോർ, ജോൺ റോബിൻസ് അങ്ങനെ പറഞ്ഞ ഒത്തിരി ആൾക്കാരും പിന്നെ ന്യൂ ജനറേഷൻ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാം തീരെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അത്ര നമുക്ക് ആവശ്യമില്ല, അത്ര എലാബറേറ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് യു മെൻഷൻ അബൌട്ട് വാട്ട് വാസ് ദി പെർസ്പെക്റ്റീവ് or angle of view of the post Keynesian school about what we can say with the major Keynesian concept of effective demand. Okay, so we are starting. One of the innovative elements of Keynesian microeconomics was the principle of effective demand. നമ്മൾ എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് നമ്മളെല്ലാം കണ്ടു ക്ലാസ്സിൽ ഇരുന്നപ്പം. അതുപോലെ തന്നെ ഈ എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എക്സാമിനൊന്ന് എഴുതുകയും കൂടെ ചെയ്യണം. അതിന് ഞാൻ നിങ്ങൾക്കൊന്ന് നേരത്തെ എന്നോട് ഞാൻ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടി ഇനി. ഓക്കെ, സോ one of the most important feature of the Keynesian economics was the concept of effective demand. So അതുകൂടാതെ ലിക്വിഡിറ്റി പ്രിഫറൻസ്, അങ്ങനെ നമ്മൾ മൾട്ടിപ്ലെയർ, കൺസംഷൻ ഫംഗ്ഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കെയ്ൻസിൻ്റെ ഭയങ്കര സ്വന്തമാണെന്നും ഭയങ്കര മികച്ചതാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. So it is the demand that means equality between aggregate supply and aggregate demand, and economy can get an equilibrium level of employment. അപ്പോൾ എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ്? ഇറ്റ് ഈസ് ദാറ്റ് ഡിമാൻഡ് വിച്ച് മേക്സ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആ ഡയഗ്രത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഞാൻ കെയ്നീഷ്യൻ തിയറിയുടെ ഡയഗ്രത്തിലേക്ക് തന്നെ ഒന്ന് പൊക്കോട്ടെ. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഈ പോയിൻ്റാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട്, the price level. So this point is called effective demand. Okay, effective demand is that demand which equates the aggregate demand with the aggregate supply at point E. Okay, so that is the effective demand. We are discussing about that effective demand, how the post Keynesians now understood, agreed or disagreed about this particular Keynesian concept. Okay, now after Keynes, several schools of thought have mixed and re-examined the major prophecies of the classical and Keynesian theories. അപ്പം ഈ നമ്മൾ പറയാലോ പ്രവാചകന്മാരുടെ പ്രവാഹം പോലെ ഇഷ്ടംപോലെ ഇക്കണോമിക്സ് സ്കൂളുകളും നിയോ കെയ്നീഷ്യൻസ്, നിയോ പോസ്റ്റ് കെയ്നീഷ്യൻസിന്, നിയോ ക്ലാസിക്കൽസ്, അങ്ങനെ പറഞ്ഞ ഒത്തിരി സ്കൂളുകാർ, ഒത്തിരി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിന്താധാരകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മോണിറ്ററിസം ഒക്കെ അത് വേറെ നോട്ടോ. അപ്പോൾ അവരൊക്കെ ഈ എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ചും മറ്റ് കെയ്നീഷ്യൻ ക്ലാസിക്കൽ കോൺസെപ്റ്റുകളെ കുറിച്ച് എലാബറേറ്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ കെയ്നീഷ്യൻ ഇക്കണോമിക്സ് ഷോർട്ട് റൺ ആണെന്നും ക്ലാസിക്കൽ ഇക്കണോമിക്സ് ലോങ് റൺ ആണെന്നും, അപ്പം കെയ്നീഷ്യൻ ഇക്കണോമിക്സ് ഷോർട്ട് റണ്ണിലെ എല്ലാ കാര്യങ്ങളും കെയ്ൻസ് ശരിയാണെന്നും ക്ലാസിക്കൽസിൻ്റെ എല്ലാ കാര്യങ്ങളും ലോങ് റണ്ണിൽ ശരിയാണെന്നും, അതുകൊണ്ട് ഇവരൊന്നും കോൺഫ്ലിക്റ്റ് ആകണ്ട എന്നൊക്കെയുള്ള ഒരു ഇവാലുവേഷൻ പിന്നീട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലാസിക്കൽ തിയറികളെയും കെയ്നീഷ്യൻ തിയറികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ദ പോസ്റ്റ് കെയ്നീഷ്യൻ ഹു ഹൈലൈറ്റഡ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് കെയ്നീഷ്യൻ അഡ്വക്കസീസ് വെർ സ്ട്രോങ് ബിലീവേഴ്സ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും വിശ്വസിച്ച ആൾക്കാരായിരുന്നു ആരെ? ഈ പോസ്റ്റ് കെയ്നീഷ്യൻസ്. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് എഫക്റ്റീവ് ഡിമാൻഡ്. So effective demand and post Keynesian economic models and policy actions are oriented on the Keynesian principle of effective demand. എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ ബേസിൽ മോഡൽസ് ഉണ്ടാക്കിയ ആൾക്കാരെ നമ്മൾ ശരിക്കും പോസ്റ്റ് കെയ്നീഷ്യൻസ് പറയാം. അപ്പോൾ കലക്കി, കാൾഡോർ, സ്ട്രാഫ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇക്കോണമിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ബിഹേവിയർ, അവരുടെ ആളുകളുടെ ഇക്കണോമിക് ഫിനാൻഷ്യൽ ബിഹേവിയറിന് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് an economy where the macroeconomic fundamentals are significantly influenced by effective demand. ഇവരെല്ലാം അറിയാം അത് ഈ മാക്രോ ഇക്കണോമിക് ഫണ്ടമെൻ്റൽസ് ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മാക്രോ എക്കണോമിക് ഫണ്ടമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് എഫക്റ്റീവ് ഡിമാൻഡാണെന്ന് ഈ പോസ്റ്റ് കെയ്നീഷ്യൻസ് പറഞ്ഞു. ഇവരുടെ തിയറിയിലെല്ലാം അങ്ങനെയായിരുന്നു. ദെൻ ദേ റിജക്റ്റഡ് ദി കെയ്നീഷ്യൻ ലോ ഓഫ് മാർക്കറ്റ്സ്. കെയ്ൻസിൻ്റെ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. കെയ്ൻസ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ല. അതിനെ ഇവർ റിജക്റ്റ് ചെയ്യും.
Following are the main propositions of the case post Keynesian about the economic activity that is based on this effective demand. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുമോ ഈ പോസ്റ്റ് കെയ്നീഷ്യൻസിൻ്റെ എല്ലാ തിയറികളും നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ തിയറി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാ തിയറിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എഫക്റ്റീവ് ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു നമ്മൾ കാണുമോ. സോ ആസ് പെർ ദി പോസ്റ്റ് കെയ്നീഷ്യൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻകം ആർ റിലേറ്റഡ് വിത്ത് എഫക്റ്റീവ് ഡിമാൻഡ്. സോറി കേട്ടോ, എഫക്റ്റീവ് ഡിമാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. So investment and income are related with effectively this income is determined by effective demand. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇൻകം ആട്ടെ ഇൻവെസ്റ്റ്മെൻ്റ് ആട്ടെ ഇതെല്ലാം എഫക്റ്റീവ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാലോ. ഞാനിവിടെ പറഞ്ഞേക്കാം, ഞാൻ കറക്റ്റ് ചെയ്തോളാം, ഒന്ന് എഴുതി വെച്ചോട്ടെ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, നമ്മളെല്ലാം പഠിച്ച, അതായത് നമുക്കറിയാം ഡെൽറ്റ ഐ ഇവിടെ ഇട്ടേക്കുന്ന സംഭവം തന്നെ. ആ ഡെൽറ്റ ഐ വെച്ച് നമ്മളതിനെ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലയർ ടൈംസിൽ എന്തുണ്ടാവും, ഇൻകം ഉണ്ടാവും. ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻകത്തിനനുസരിച്ച് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഒരു പ്രൈസ് ലെവൽ കാണും. പിന്നെ അതുപോലെ ആ ഇൻകത്തിൽ നമുക്ക് സേവിങ്സ് വരും. സേവിങ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. സോ ഓക്കെ, പോസ്റ്റ് കെയ്നീഷ്യൻസ് പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകവും എഫക്റ്റീവ് ഡിമാൻഡിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകവും ആസ് വെൽ ആസ് സേവിങ്സ്. ദാറ്റ് വി ആർ ഗോയിങ് ടു സീ ഇൻ ദ നെക്സ്റ്റ് പോയിൻറ്റ്. നൗ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസസ് സേവിങ്സ് ത്രൂ ദി മൾട്ടിപ്ലയർ പ്രോസസ്. അതും പോസ്റ്റ് കെയ്നീഷ്യൻസിൻ്റെ വ്യൂ ആണ്. അതായത് ഇവരുടെ എല്ലാ തിയറിയെ, ഇപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ നമ്മളൊന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പക്ഷേ കാൾഡോറിൻ്റെ മോഡൽ പഠിക്കണം. കാൾഡോർ ഞാൻ ഇവിടെ എഴുതാം, അല്ല ഇവിടെ എഴുതിയുണ്ടല്ലോ, കാൾഡോറിൻ്റെ മോഡൽ പഠിക്കണം. അതുപോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് ജോൺ റോബിൻസൻ്റെ മോഡൽ പഠിക്കണം. ജോൺ റോബിൻസൺ അവരെല്ലാം കെയ്ൻസിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡിനെ എൻ്റെ ബേസിലാണ് മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഒരു സെക്കൻഡ്, അവരെല്ലാം ഇക്കണോമിക് മോഡൽസാണ് അവരുടെയൊക്കെ. ആ മോഡൽസിലെല്ലാം എന്തുണ്ട്, ഈ എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡ് വെച്ച് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ മോഡൽസ് പോകുന്നത്. നൗ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് സേവിങ്സ് ത്രൂ ദ മൾട്ടിപ്ലയർ പ്രോസസ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി ഡെൽറ്റ ഇൻറ്റു കെ ഇവിടെ കിട്ടിയല്ലോ. കെ എന്താണ്, മൾട്ടിപ്ലയർ അല്ലേ, മൾട്ടിപ്ലയർ. Then it produces income, and that income produces savings as well, because savings is a function of what, y. Okay, investment influences savings through savings. Investment influences savings through what, the multiplier. Then investment, the economy is not constrained by saving but possibly by the availability of finance. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ പോയിൻ്റ് നമ്മൾ കുറച്ചുകൂടെ ഇവർ പറഞ്ഞ ഈ ശരിക്കും പോസ്റ്റ് കെയ്നീഷ്യൻ വ്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രധാനം, അവരൊരു മോഡേൺ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ മുമ്പിൽ കണ്ട് ഇക്കണോമിക് തിയറിയിലെ ഇവാലുവേറ്റ് ചെയ്ത ആൾക്കാരാണ്. ആര്, നമ്മുടെ ഈ PKE എന്ന് പറഞ്ഞ ആൾക്കാർ. അതായത് നമ്മൾ പറയല്ലേ, ഒരു അന്നത്തെ കാലത്തെ ഫ്രീക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ അല്പം മുമ്പോട്ടുള്ള, അല്പം കൂടെ പുതിയ ഇക്കോണമിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിയറി അസസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു ഈ PKE പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിക്സ്. അവരുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടാണ് അറിയുമോ, ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻറ്റിറ്റീസ് ഫൈനാൻഷ്യൽ സിസ്റ്റമാണ്. ഫൈനാൻഷ്യൽ സിസ്റ്റം, ബാങ്ക്സ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അവരുടെ ക്രെഡിറ്റ് ഒക്കെയാണ്. സെൻട്രൽ ബാങ്കിന് അത്രയും പ്രാധാന്യം അവർ കൊടുത്തില്ല. ഇനി ഇവരുടെ ആക്ടിവിറ്റി മൂലം ഇക്കോണമി മുമ്പോട്ട് പോവുമോ പിമ്പോട്ട് പോവുമോ, അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഈ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ് നമ്മുടെ ഏത് തിയറി പഠിച്ചാലും, എൻഡോജനസ് മണി പഠിച്ചാലും അല്ലെങ്കിൽ സർക്യൂട്ട് തിയറി പഠിച്ചാലും ഒക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന തിയറി കേട്ടോ, ഞാൻ ചുമ്മാ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് ഈ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന റോള് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഇവർ അങ്ങനെയാണ് ഈ കെയ്നീഷ്യൻ തിയറി ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കോണമി ഈസ് നോട്ട് കൺസ്ട്രെയിൻഡ് ബൈ സേവിങ് ഇല്ല എന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറയാനൊന്നും പോകുന്നില്ല. പകരം എന്ത് ചെയ്താൽ മതി, ബാങ്കുകൾക്കൊരു പ്രത്യേക റോളുണ്ട്. അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും സിസ്റ്റത്തിൽ സെൻട്രൽ ബാങ്ക് വഴിയോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ ക്രെഡിറ്റ് കുറേ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഡിലീറ്റ് ചെയ്തോട്ടെ, ഫണ്ട് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, ആളുകൾക്ക് ലോൺ കൊടുക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹൗസ് ഹോൾഡ് ഇങ്ങനെ കൊണ്ട് ബാങ്കിൽ സേവ് ചെയ്തില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ബാങ്കുകൾ സെൻട്രൽ ബാങ്കിൽ നിന്നോ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഫൈനാൻഷ്യൽ സെറ്റപ്പുകളാണ്, മാർക്കറ്റുകൾ, അവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരും. അങ്ങനെ സേവിങ്ങിന് വേറെ ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആർ ദി സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് GDP. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോഴേ ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് പറഞ്ഞാൽ ഇക്കോണമി ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ഒരു 2 സെക്ടർ മോഡൽ ഇൻകത്തെ തീരുമാനിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകം പോട്ടെ,
കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റോ. അപ്പം കൺസംഷൻ സ്റ്റേബിളാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താണ് കൺസംഷൻ സ്റ്റേബിളാണ്. അപ്പം കൺസംഷനിൽ കുറവ് വരുമല്ലോ, എപ്പോഴും ഒരു ഗിവൺ കൺസംഷൻ ആണ്. പിന്നെ ഇക്കോണമിയിൽ സ്പെൻഡിങ് എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ് കുറവായതുകൊണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴാണ് കുറഞ്ഞു വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നത് എപ്പോഴാണെന്നറിയോ? ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നും കിട്ടുക എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ ആരാണ്? നമ്മളെ തന്നെ ബിസിനസ്സുകാരായിട്ടാണ് കൽപ്പിച്ചു. നമ്മളാണ് ബിസിനസ്സുകാർ, സോറി കേട്ടോ, ബിസിനസ്സുകാർ നമ്മളാണ്. അപ്പം നമ്മളെന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കും. ഇപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യൂല. നമ്മുടെ പ്രതീക്ഷ അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും കൂടുന്നതനുസരിച്ച് GDP വ്യത്യാസം വരും എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ഇവർ പറഞ്ഞേക്കുന്നത്. ആര്? നമ്മുടെ PKE. ഓക്കെ, സോ അവിടെ അങ്ങനെ PKE പറയുമ്പോഴേ എനിക്ക് നിങ്ങളോട് ഓർത്ത് വയ്ക്കാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് കെയ്ൻസിൻ്റെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കെയ്ൻസ് പറഞ്ഞു ഓഫ് ദി 2 components of aggregate expenditure, consumption is stable and total expenditure in the economy changes with the investment expenditure. അത് തന്നെയല്ലേ ഇവർ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ ഇവർ കെയ്നീഷ്യൻ ഇക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു. ഓക്കെ, ദെൻ ഫ്ലക്ച്വേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, ഫ്ലക്ച്വേഷൻ നാഷണൽ ഇൻകം, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൺട്രോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ. ശരിയല്ലേ? നമ്മുടെ പ്രതീക്ഷ ബിസിനസ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്കോണമിയിൽ GDP കൂടുക കുറയുക ഇതെല്ലാം സംഭവിക്കുന്നത് പ്രതീക്ഷ അനുസരിച്ചാണ്. ദ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം വിൽ ബി ഇൻ ജനറൽ ബി അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, വിൽ നോട്ട് ബി അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞല്ലോ ഏത്? കെയ്നീഷ്യൻ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് വരുമല്ല എന്നാണ് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ലെവൽ ബി ഡിറ്റർമൈൻ ദ ഗുഡ്സ് മാർക്കറ്റ് ഫോർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് നോട്ട് ഓൾവേസ് പോസിബിൾ. ഇതാണല്ലോ കെയ്ൻസ് പറഞ്ഞ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അത് തന്നെ ഇവരൊന്നുകൂടെ എല്ലാം പോയിട്ട് പറഞ്ഞേക്കുക. സോ ദേ വെർ ഓൾസോ ബിലീവേഴ്സ് ഓഫ് വാട്ട്? ദി അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ Keynes. So they rejected the sales law of market, they rejected the concept of full employment advocated by the whole classical theory, rather they adopted the Keynesian concept of underemployment. Okay, now the post-Keynesians rejected sales law and criticized laissez-faire is not good policy stance to get the economy ഗൈഡ് ചെയ്യാൻ എന്ത് കൊള്ളുവല്ല? സെയിൽസ് ലോ പറ്റും ഇക്കോണമി ഗൈഡ് ചെയ്യാൻ സെയിൽസ് ലോ ശരിയല്ല. അതുപോലെ ലേസെഫെയർ പോളിസി, ഗവൺമെൻറ് വെറുതെ ഇരിക്കണം, ഗവൺമെൻറ് ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന പോളിസിയും ഇക്കോണമി ഗൈഡ് ചെയ്യുന്നതിൽ പോരാ, അത് നന്നാവുകയില്ല. ഇങ്ങനെ ഈ 2 കോൺസെപ്റ്റ് ഇവർക്കുണ്ടായിരുന്നു. അതായത് ഒരു ക്ലാസിക്കൽ തിയറി എടുത്ത് പരിപൂർണമായിട്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, now we are going to see what is effective demand. effective demand എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി അതൊന്നുകൂടെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ വളരെയധികം സ്ട്രെസ് ചെയ്താണ്. പോസിറ്റീവ് കെയ്ൻസ് ഫോൺ ദാറ്റ് effective demand the goods market can influence most of the macroeconomic variables including employment, savings and outputs. Okay, so according to Keynes, what is effective demand? Is that demand which brings equality between aggregate demand and aggregate savings. And effective demand has 2 important components, consumption goods and investment expenditure on consumption goods and expenditure on capital goods or investment. ഇപ്പോൾ 2 sector model ഇങ്ങനെയാണ്, 3 sector 4 sector model aggregate demand aggregate supply equal ആണ്. aggregate demand function ഇതാണ് കിടക്കുന്നത്. ശരിയല്ലേ? ഇനി അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ തന്നെ. അതുപോലെ നമ്മളിവിടെ പറഞ്ഞുണ്ടോ ഈ ദർ വിൽ ബി ഇക്വാളിറ്റി ബിറ്റ്വീൻ അഗ്രിഗേറ്റ് സേവിങ്സ് ആൻഡ് വാട്ട് വി ക്യാൻ സേ അഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ്. പിന്നെ പോസ്റ്റ് കെയ്നീഷ്യൻ ഇൻ്റർപ്രിട്ടേഷൻ, കുറേ ആൾക്കാർ 1, 2, 3 പേരുടെ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിക്സിൽ എന്താണ് എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞത് ഇത് മാത്രം നമ്മൾ മെൻഷൻ ചെയ്തിട്ട് ആ പാർട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, ആസ് മെൻഷൻ ദ പോസ്റ്റ് കെയ്നീഷ്യൻ കണ്ട പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ആസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കെയ്ൻസ് ഡില്ലാർ എ മേജർ പോസ്റ്റ് കെയ്നീഷ്യൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് ഇസ് ദ കീ തിയററ്റിക്കൽ ഇന്നോവേഷൻ ഓഫ് ദ ജനറൽ തിയറി. ഓക്കെ, it explains the principle of demand in most general form explains that wage price plus will not ensure full employment. ഒരു കാരണവശാലും വേജ് പ്രൈസ് പ്ലസ് കിട്ടി നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് കിട്ടുകയില്ല. നമുക്ക് എന്താ എഫക്റ്റീവ് ഡിമാൻഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഫോളോയിങ് പോയിന്റ്സ് ഇല്ലസ്ട്രേറ്റ് പോസ്റ്റ് കെയ്നീഷ്യൻ സ്റ്റാൻഡ് ഓൺ എഫക്റ്റീവ് ഡിമാൻഡ്. സെവറൽ പോസ്റ്റ് കെയ്നീഷ്യൻ include Dillard pointed effective demand as the main concept. They criticize the classical labor policy and wage price flexibility. Post Keynesians including Kalecki and John Robinson develop a growth models by giving adequate concession to effective demand. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് ഗ്രോത്ത് മോഡൽസ് ഉണ്ടാക്കി 2-3 പേരും കൂടെ നമ്മൾ പറയാം. കലക്കി, ജോൺ റോബിൻസൺ, കാൾഡോറിൻ്റെ പേര് നമ്മളിവിടെ ഇട്ടില്ല.
കാൾഡോർ, ഇത്രയും ആൾക്കാർ അവരുടെ കാൾഡോറിയൻ, റോബിൻസൺ, പോസ്റ്റ് കെയ്നീഷ്യൻ ഡിമാൻഡ് ലെഡ് ഗ്രോത്ത് മോഡൽ ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദി കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. ഇനി നമ്മൾ കലക്കയുടെ വിയോ, അപ്പോൾ കലക്കയുടെ വി പഠിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. കാരണം കെയ്ൻസിന് മുമ്പേ എഫക്റ്റീവ് ഡിമാൻഡിനെ ഹൈലൈറ്റ് ചെയ്ത ഒരാളാണ് കലക്കി. പക്ഷേ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു പറയാം, അദ്ദേഹം ഈ കെയ്ൻസ് പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടോ ഇലാബറേറ്റ് ആയിട്ടോ കണക്റ്റഡ് ആയിട്ടോ ക്ലാസിക്കൽ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രം പ്രാപ്തമാകുന്ന രീതിയിൽ പൊതുവെയുള്ള മൈക്രോ എക്കണോമിക് തിയറി കലക്കി ഡെവലപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കലക്കിക്ക് ഒരു കെയ്ൻസ് ആകാൻ പറ്റിയില്ല. അതുകൊണ്ട് കെയ്ൻസ് പറഞ്ഞപ്പോഴാണ് ഈ കോൺസെപ്റ്റിന് ഭയങ്കര പ്രാധാന്യം കിട്ടി. കലക്കിയുടെ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, കൂടുതലൊന്നുമില്ല. ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾ കലക്കി ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ് ഇൻ ദി കോൺടെക്സ്റ്റ് ഓഫ് തിയറി ഓഫ് ഇക്കണോമിക് ഡൈനാമിക്സ് ഡീലിംഗ് വിത്ത് ദി ഇക്വിലിബ്രിയം ഓഫ് ഇൻകം occurring at given point of cycle. Thus he put forward his shortened analysis in the framework of dynamic process where the economy is subject to long run trend and cycles. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതർ പോസ്റ്റ് കെയ്നീഷ്യൻസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്സ് ഗിവൺ ബൈ അമേഡിയോ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, അതുപോലെ പസിനേറ്റി, ഇതിനുള്ള പേര് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. സോ അക്കൗണ്ട് ടു ഹിം വേരിയസ് ഇക്കണോമിക് സ്കൂൾ എലാബറേറ്റഡ് ഓൺ പസിനേറ്റി പറയുന്നുണ്ട് അത് ഈ എഫക്റ്റീവ് ഡിമാൻഡ് ഓരോ ആൾക്കാരും ഓരോ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു. ദ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കോണമിക്സ് ബിലീവ്ഡ് ഇൻ ദി 3 key ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കെയ്ൻസ് പ്രിൻസിപ്പിൾ എഫക്റ്റീവ് ഡിമാൻഡ്. ഇവരെ കെയ്ൻസിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിനെ ഇവർ പിന്നെ പ്രാധാന്യം കൊടുത്തു. ഒന്ന്, ദ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം ഇസ് ലെസ് ദാൻ യൂണിറ്റി, അല്ലേ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 1. മനസ്സിലായല്ലോ, ബിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു. മാർജിൻ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം ലൈസ് ബിറ്റ്വീൻ 0 and 1. അത് നമ്മൾ പഠിച്ചതാണല്ലോ, ഓർത്തിരിക്കാനും പാടില്ല. ദ എക്സ്പെക്റ്റഡ് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി ബാങ്കിങ് സിസ്റ്റം, ദർ ഈസ് ഓൾവേസ് എ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി ബാങ്കിങ് സിസ്റ്റം. So we can have an expectation about the rate of interest in the economy. So you can say that what we can say, investment is a function of rate of interest. Investment is a function of rate of interest, not just marginal efficiency of capital. അപ്പോൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എത്രമാത്രം പ്രൊഡക്റ്റീവാണ്, ഇതനുസരിച്ചാണ് നമ്മുടെ ക്യാപിറ്റലിന് ഇഷ്ടംപോലെ റിട്ടേൺ കിട്ടുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഇക്കോണമി ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. ദെൻ ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ദർ ഇസ് എ മാർജിനൽ എഫിഷ്യൻസി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെഷീനറിയൊക്കെ മേടിച്ച് ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് 8% ഇൻട്രസ്റ്റ് കിട്ടുമോ, 9% ഇൻട്രസ്റ്റ് അല്ല നമുക്ക് റിട്ടേൺ കിട്ടുമോ, 10% റിട്ടേൺ കിട്ടുമോ, ലാഭം 12% ലാഭം കിട്ടുമോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയെ നമ്മൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, അതിപ്പോൾ റിട്ടേൺ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ. അതുപോലെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളും പോസ്റ്റ് കെയ്നീഷ്യൻ സ്കൂൾ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർ ഈ 3 കെയ്നീഷ്യൻ തിയറിയുടെ 3 എലിമെൻറ്റിനെ അവർ സ്ട്രെസ് ചെയ്തു. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ട്രേഡ് മോഡലിട്ടു. ഇനി ബാക്കിയുള്ളത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കുന്നത് എൻഡോജനസ് മണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് എൻഡോജനസ് എന്ന് പറഞ്ഞാൽ? എന്താ, വിത്തിൻ ദി സിസ്റ്റം എന്നാണ്, അല്ലേ. അതെ. എക്സോജനസ് എന്ന് പറഞ്ഞാലോ ഔട്ട്സൈഡ് ദി സിസ്റ്റം. സോ വിത്തിൻ ദി സിസ്റ്റം, ഔട്ട്സൈഡ് ദി സിസ്റ്റം, ആൻഡ് ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ വിത്തിൻ ദി സിസ്റ്റം. സോ വാട്ട് ഈസ് ദെൻ എൻഡോജനസ് മണി? നമ്മൾ കെയ്നീഷ്യൻ തിയറി ഇങ്ങനെ പഠിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചു, ഇത് ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവാണ്. പക്ഷേ അത് ഡിമാൻഡ് കർവാണ്. എന്നിട്ട് അത് ഇങ്ങനെ ഒരു വര വരച്ചു, ഇതാണ് എന്താ മണി സപ്ലൈ അല്ലെങ്കിൽ MS. സോ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് എക്സോജനസ്ലി ഡിറ്റർമൈൻഡ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ്, ഒരു സെക്കൻഡേ, പോരാട്ടോ, പോയേക്കരുത്, ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ എൻഡോജനസ് മണിക്ക് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, അതായത് എൻഡോജനസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സിസ്റ്റമാണ്, അല്ലെങ്കിൽ എക്സോജനസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി സിസ്റ്റമാണ്. അപ്പോൾ ഈ എൻഡോജനസ് മണിയിൽ ബേസിക്കലി നമ്മൾ ഈ പോസ്റ്റ് കെയ്നീഷ്യൻ സ്കൂള് പറയുന്നത് അവരുടെ ആർഗ്യുമെൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് ടു ദി തിയറീസ് പുട്ട് ഫോർവേഡ് ബൈ അതർ സ്കൂൾസ് ഓഫ് തോട്ട് ലൈക്ക് മോണിറ്ററിസം പോലുള്ള ആൾക്കാർ പറഞ്ഞു സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ തീരുമാനിക്കും എന്ന് പറയും. എന്താണ് സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ തീരുമാനിക്കും? ശരിയല്ലേ, സെൻട്രൽ ബാങ്കാണ് മണി സപ്ലൈ ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇതിനു മുമ്പ് എല്ലാ തിയറിയിലും. ഇവർ മാത്രം പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ബിസിനസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് ആവശ്യമുണ്ട്.
നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രെഡിറ്റ് പോയി എടുക്കും ബാങ്കിൽ നിന്ന്. ക്രെഡിറ്റ് പോയിക്കുമ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്യുന്നറിയോ? എവിടെ നിന്നെങ്കിലും മണി സെക്യൂർ ചെയ്യും. മനസ്സിലായല്ലോ? അത് ചിലപ്പോൾ സെൻട്രൽ ബാങ്കിൽ നിന്നായിരിക്കും, അത് ചിലപ്പം നമ്മുടെ മറ്റുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നായിരിക്കും. മനസ്സിലായല്ലോ? ആ പണം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലെ മണി സപ്ലൈയുടെ മണി ഇങ്ങനെ തോന്നുന്നല്ലോ, സപ്ലൈയുടെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിനകത്താണ്. സെൻട്രൽ ബാങ്ക് അതിനനുസരിച്ച് മണി സപ്ലൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് അത് സെക്യൂർ ചെയ്യുന്നുള്ളൂ. ബേസിക്കലി ദ മണി സപ്ലൈ ഫാക്ടേഴ്സ് ആർ ട്രിഗേർഡ് വിത്തിൻ ദ സിസ്റ്റം. Okay, out of our credit needs provided by the banks with the help of central banks like that. This is the concept of endogenous money. Okay, അപ്പോൾ നമ്മളൊരു സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ചെയ്ത് സെൻട്രൽ ബാങ്ക് ഇഷ്ടമുള്ളതല്ലേ 5%, 10%. സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചു മണി സപ്ലൈ എത്ര കൂട്ടണം, കുറയ്ക്കണം. അങ്ങനെയല്ല. ഇവിടെ ബാങ്ക് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതനുസരിച്ച് സെൻട്രൽ ബാങ്ക് മണി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു റിവേഴ്സായിട്ടാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു? ഈ പോസ്റ്റ് കെയ്നീഷ്യൻ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്, ഇവരുടെ തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെയാണ് ഇവർ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ എക്സോജനസ് മണി സപ്ലൈ ഇവർ ഭയങ്കരമായിട്ട് എതിർത്തു. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. So regarding money supply, there were several important features for the Keynesian theory. First, there is a distinction between outside and inside money. The outside money എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്ത മണിയാണ്. ഇൻസൈഡ് മണി എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് സ്വീകരിച്ചു, ഒരാൾക്ക് ലോൺ കൊടുത്തു, അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ വേറൊരാൾക്ക് ആ ഡെപ്പോസിറ്റ് എടുത്ത് ബാങ്ക് പിന്നെ ലോൺ കൊടുത്തു. അപ്പോൾ അങ്ങനെ ബാങ്ക് ലോൺ കൊടുത്തപ്പോൾ ആ ലോൺ എടുത്ത ആൾ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. 100 രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ 500 രൂപയുടെ ലോൺ കൊടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാങ്ക് മണി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻസൈഡ് മണി. സോ ഔട്ട്സൈഡ് മണി റെഫേഴ്സ് ടു ദി ലയബിലിറ്റീസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് മണി പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് ലയബിലിറ്റി ഉണ്ടാകുക. മണി പുതുതായിട്ട് ഉണ്ടാക്കുന്ന മണിയൊക്കെ ആരുടെ? സെൻട്രൽ ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. ഇൻസൈഡ് മണി റെഫേഴ്സ് ടു ദി ബാങ്ക് ഡെപ്പോസിറ്റ് ക്രിയേറ്റഡ് ബൈ ബാങ്ക് സിസ്റ്റം. ഇൻസൈഡ് മണി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റാണ്. മനസ്സിലായാലും ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പൈസയാണ്. സോ we discussed about outside money which is created by central bank, and inside money which is what we can say created by the banking system itself, using the limited money provided by the central bank. central bank കൊടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് വെച്ചിട്ട് പല മൾട്ടിപ്ലായിട്ട് സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ മണി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻസൈഡ് മണി എന്ന് പറയും. ഓക്കെ, സോ സെക്കൻഡ് ഔട്ട്സൈഡ് മണി ഈസ് എക്സോജനസ്, വേറസ് ഇൻസൈഡ് മണി ഈസ് എൻഡോജനസ് ക്രിയേറ്റഡ് ബാങ്കിങ് സിസ്റ്റം. നമ്മളിവിടെയാണ് വരുന്നത് എൻഡോജനസ് വിത്ത് ബാങ്ക് സിസ്റ്റം. മനസ്സിലായാലോ? ബാങ്കിങ് സിസ്റ്റത്തിൽ എൻഡോജനസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മണി. അപ്പോൾ അതിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. ആര്? പോസ്റ്റ് കെയ്നീഷ്യൻ തിയറി. ഓക്കെ, നൗ ദി ഓവറോൾ മണി സപ്ലൈ ഈസ് ദെർഫോർ എൻഡോജനസ് ആൻഡ് ദി എലമെൻറ്റ് ഓഫ് എക്സോജനസ് ഈസ് പുഷ് ഇൻ ടു ദി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ മണി സപ്ലൈ തീരുമാനിക്കുന്ന ആരായിരിക്കും? ബാങ്കിങ് സിസ്റ്റം ആയിരിക്കും, അവരുടെ മണി ഡിമാൻഡ് ആയിരിക്കും. Third, the inside money supply depends jointly on the volume of high-powered money and maximum money multiplier. എത്രമാത്രം ഹൈ പവർഡ് മണി സെൻട്രൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്? 100 കോടി രൂപ കൊടുത്തിട്ടുണ്ടോ? അതിന് എത്ര മൾട്ടിപ്ലൈ ആയിട്ട് ആളുകൾക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ പറ്റും? ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തു, വേറെ ബാങ്ക് അതിൽ നിന്ന് ലോൺ കൊടുത്തു, ആ ലോൺ കൊടുത്താൽ പിന്നെ ഡെപ്പോസിറ്റ് ഇട്ടു, പിന്നെ അതിന് ലോൺ കൊടുത്തു. ഇങ്ങനെ എത്ര വലുതാണ് മണി മൾട്ടിപ്ലയർ? എത്രയാണ് ബാങ്കിൽ ഇരിക്കുന്ന റിസർവ്? ഇതിനെ എന്തിനെ ആശ്രയിച്ചിരിക്കും ഇൻസൈഡ് മണിയുടെ അളവെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എല്ലാം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അകത്താണ് അല്ലേ ബാങ്കിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻഡോജനസ്. ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഇൻസൈഡ് മണി സപ്ലൈ ഡിപ്പെൻസ് അപ്പോൺ സെൻസിറ്റീവ് മണി മൾട്ടിപ്ലയർ. അതൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർത്ത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മണി മൾട്ടിപ്ലയർ ഓൾസോ ഡിപ്പെൻസ് നെഗറ്റീവ്ലി ഓൺ ദി റിസർവ് റിക്വയർമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ 100 രൂപയുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, 90 രൂപ മാത്രം ലോൺ കൊടുക്കുള്ളൂ, 10 രൂപ സെൻട്രൽ ബാങ്ക് കൊണ്ട് സൂക്ഷിച്ചിരിക്കണമെങ്കിൽ 90 രൂപ ലോൺ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ 10 റിസർവ് കൂടുന്നതനുസരിച്ച് മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കുറയും. മനസ്സിലായല്ലോ? 80 ആയിരിക്കും, 70 ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ. ഓക്കെ, ദ പോസ്റ്റ് കെയ്നീഷ്യൻസ് വേർ ഫേം ബിലീവേഴ്സ് ഓഫ് എൻഡോജനസ് മണി. ഓക്കെ, അപ്പോൾ ദി റിജക്റ്റഡ് എക്സോജനസ് മണി അക്കൗണ്ട് ദി പോസ്റ്റ് കെയ്നീഷ്യൻസ് മണി സപ്ലൈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ക്രെഡിറ്റ് നീഡ്സ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റീസ്. According to the post Keynesian modern credit-based economies, there is no technical possibility of managing money supply of financial resources. ഒരു സെക്കൻഡ്.
നമുക്ക് തിരിച്ചു വരാം. സോ നമ്മൾ പറഞ്ഞല്ലോ, ദസ് നമ്മൾ എൻഡോജനസ് മണിയെക്കുറിച്ച് കണ്ടു. അതുപോലെ മോഡേൺ ക്രെഡിറ്റ് ബേസ്ഡ് ഇക്കോണമിയിൽ മണി സപ്ലൈ എൻഡോജനസ്ലി ഡിറ്റർമിൻഡ് ആയിരിക്കും. അതാണ് ബേസിക് ആർഗ്യുമെൻറ്റ് മനസ്സിലുണ്ടായിരിക്കണേ. ദി എൻഡോജനസ് ക്രിയേഷൻ ഓഫ് മണി ഈസ് ദെയർഫോർ എ വൈറ്റൽ ഫീച്ചർ ഓഫ് ടുഡേയ്സ് ബാങ്കിങ് സിസ്റ്റം. മനസ്സിലായല്ലോ, ബാങ്കിങ് സിസ്റ്റം പറയുന്ന ഫീച്ചറാണ് എൻഡോജനസ്. മോറോവർ മോഡേൺ സെൻട്രൽ ബാങ്ക്സ് പെർഫോം ദി സ്റ്റാറ്ററി റോൾ ഓഫ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അവർ കൂടുതലായിട്ടും ലെൻഡർ ഓഫ് റിസോർട്ട് നൽകി ബാങ്കിന് കുറേ സപ്പോർട്ട് കൊടുക്കുള്ളൂ. ദസ് ദേ ആർ ലീഗലി ബൗണ്ട് ടു പ്രൊവൈഡ് ദി ഇക്കോണമി വിത്ത് നെസസറി ഫണ്ട്സ്. അതുകൊണ്ട് നെസസറി ഫണ്ട്സ് ബാങ്കിങ് സിസ്റ്റത്തിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ സെൻട്രൽ ബാങ്ക്സിനുണ്ട്. ഓക്കെ, പിടികിട്ടില്ലോ? ഈ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഓർത്തിരുന്നാലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ പറ്റുള്ളൂ. അതായത് സെൻട്രൽ ബാങ്കിൻ്റെ റോള് മണി സപ്ലൈ കൊടുക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരി ബാങ്കുകൾക്ക് എപ്പോഴൊക്കെ പൈസ ആവശ്യമുണ്ടോ അന്നേരമൊക്കെ പൈസ കൊടുക്കുന്നതാണ് ഇവരുടെ റോള്. ഓക്കെ, ദ കീ ടാസ്ക് ഓഫ് ദി അതോറിറ്റീസ് ഇസ് ടു അഡോപ്റ്റ് ദി ഡിമാൻഡ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ക്രെഡിബിൾ പ്രൈവറ്റ് ഏജൻറ്റ്സ് ഫോർ റിസർവ് മണി. അപ്പോൾ കുറേ റിസർവ് മണി 100 കോടി രൂപ ബാങ്ക് സിസ്റ്റത്തിന് കൊടുത്തു. ബാങ്ക് സിസ്റ്റം അങ്ങനെ എന്ത് ചെയ്തു? പ്രൈവറ്റ് ഏജൻറ്റ്സ്, മറ്റ് പ്രൈവറ്റ് കോർപ്പറേറ്റ് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഏജൻറ്റ്, NBFCs, അവരുടെയൊക്കെ പണത്തിൻ്റെ ആവശ്യത്തിനുള്ള ഈ 100 കോടി രൂപ കൊടുക്കുക എന്നുള്ള ജോലിയായിരിക്കും ആരുടെ? സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ആ 100 കോടി രൂപ അനുസരിച്ച് ഇവർ മണി എക്സ്പാൻഡ് ചെയ്തോളൂ. അപ്പോൾ ഇവരുടെ നീഡ് അനുസരിച്ചാണ് ഈ 100 കോടി രൂപ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻഡോജനസ് മണി എന്ന് പറയാറ്. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഓൺലി വേരിയബിൾ ദാറ്റ് മോണിറ്ററി അതോറിറ്റീസ് ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ ഇസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ മണി സപ്ലൈയെ തീരുമാനിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ബിസിനസ്സുകാരുടെ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ആവശ്യം അനുസരിച്ച് 100 കോടിയോ 200 കോടിയോ ഒക്കെ മണി ഡിമാൻഡ് വരും. അതനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള റോള് മാത്രമേ സെൻട്രൽ ബാങ്കിനുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ചെയ്യുന്ന ഇവരുടെ ആവശ്യമനുസരിച്ച് സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാനില്ല. സെൻട്രൽ ബാങ്ക് ആ പട ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മണി സപ്ലൈ സെറ്റ് ചെയ്യല്ല, പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വർക്കിംഗ് ഓഫ് ദി പോസ്റ്റ് കെയ്നീഷ്യൻ എൻഡോജനസ് മോണിറ്ററി സിസ്റ്റം, മോണിറ്ററി മെക്കാനിസം നമ്മളിവിടെ കാണുവാണ്. ഈ എൻഡോജനസ് മണി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കെയ്നീഷ്യൻ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പോസ്റ്റ് കെയ്നീഷ്യൻ സ്ട്രെസ് ദാറ്റ് production process take time and usually requires financing before any effect that can be offered on the market occur. The investor obtains fund from the commercial banks. We discussed that. Okay, now right from the planning stage ഇൻവെസ്റ്റർക്ക് എന്തുണ്ട്? പൈസ ആവശ്യമുണ്ട്, 100 കോടി രൂപ. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്കിന് ആവശ്യം കൊടുക്കും. ബാങ്കിങ് സിസ്റ്റം എന്ത് ചെയ്യും? ആ ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ബാങ്കിങ് സിസ്റ്റം ആര് കൊടുക്കും? സെൻട്രൽ ബാങ്ക് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു തിരക്കഥ. പിടികിട്ടില്ലോ? നമുക്ക് എനിക്ക് വലിയ കൺഫ്യൂഷൻ ആവശ്യമില്ല. ദിസ് മീൻസ് ദാറ്റ് ബാങ്ക്സ് റെസ്പോൺസ് ടു ദി ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്, നോട്ട് ദി ഡിമാൻഡ് ഫോർ ഡെപ്പോസിറ്റ് ഫ്രം ഓൺടർപ്രൈസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, ദെൻ ദി എൻഡോജനസ് അപ്രോച്ച് ഫോക്കസ് ഓൺ ദി ഡെപ്റ്റ് ക്രിയേഷൻ പ്രോസസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് സെയിം കാര്യം നമ്മൾ പറയുക. വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇറ്റ് ദസ് പ്രൊപ്പോസ് ദി ഓർത്തഡോക്സ് ക്വാണ്ടിറ്റി തിയറി. അതുകൊണ്ട് ഈ പഴയ ക്വാണ്ടിറ്റി തിയറി ഇല്ലേ, എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ റിലേഷൻ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് ജനറൽ പ്രൈസ്, അതെല്ലാം ഇവർ റിജക്റ്റ് ചെയ്യുക. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ബോക്സിൻ്റെ അകത്ത് പറഞ്ഞു നോക്കുക എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുവാണ്, ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റബിൾ ഫണ്ട്സ് വരുവാണ്. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പം പൈസ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ പൈസ ഡിമാൻഡ് ചെയ്യും. ബാങ്ക് ഇത് പ്രൊവൈഡ് ചെയ്യും. ബാങ്കിന് ആര് കൊടുക്കും? സെൻട്രൽ ബാങ്ക് കൊടുക്കും. വളരെ കൂളായിട്ട് നമുക്ക് പിടികിട്ടിയില്ല ഈ കോൺസെപ്റ്റ് എന്താണ്, ആ പ്രോസസ്സ് എന്താണെന്ന് പിടികിട്ടിയില്ല. അപ്പോൾ അത് നിങ്ങൾ വായിക്കുകയും ഈ തന്നെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എലാബറേറ്റ് ചെയ്തിടുകയും ചെയ്യണം. ഓക്കെ, what follows from the above is that banks do not need to accumulate deposit in order to start lending. It is the act of granting a loan and transferring it to the debtor's account that creates deposit and appropriate. Banks are therefore able to create new purchasing power without having reduced the amount of money accumulated by savers. Saversൽ നിന്ന് പൈസ മേടിക്കാതെ തന്നെ സെൻട്രൽ ബാങ്കിൽ നിന്നൊക്കെ പർച്ചേസിങ് പവർ അക്യൂർ ചെയ്തിട്ട് അല്ലെങ്കിൽ മണി സപ്പോർട്ട് സ്വീകരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇൻ ദി എൻഡോജനസ് മണി മോഡൽ ക്രെഡിറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം ദി സേവർ ടു ദി ഡെപ്റ്റർ. അങ്ങനെയല്ല, ബട്ട് ആസ് ദി പ്രൈമറി ക്രിയേഷൻ ഓഫ് ദി പർച്ചേസിംഗ് പവർ ബൈ ദി ബാങ്ക് പർച്ചേസിംഗ് പവർ പല മെത്തേഡിൽ കൂടെ ബാങ്കിൽ തന്നെ ഫണ്ട് ഉണ്ടാക്കുക. സെൻട്രൽ ബാങ്കിൽ നിന്ന് കിട്ടുകയായിരിക്കും, വേറെ മാർക്കറ്റിൽ നിന്ന് കിട്ടുകയായിരിക്കും, എന്നിട്ട് അവർക്ക് കൊടുക്കുക. സേവേഴ്സ് കൊടുക്കുകയല്ല അതിനർത്ഥം. ആൻഡ് ദെൻ ട്രാൻസ്ഫർ ടു ദി ബോറോ. ഓക്കെ, സോ വാട്ട് വി ആർ ഡീലിംഗ് വിത്ത് ഹിയർ ഈസ് റിവേഴ്സ് കോസാലിറ്റി. സെൻട്രൽ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് പോകാതെ ബാങ്ക് മണി ആവശ്യപ്പെടുക സെൻട്രൽ ബാങ്കിൽ നിന്ന്. സെൻട്രൽ ബാങ്ക് തീരുമാനിച്ച് ബാങ്കിലേക്ക് പോകുന്നതല്ല, ബാങ്ക് തീരുമാനിച്ച് സെൻട്രൽ ബാങ്കിന് ആവശ്യപ്പെടുന്നതാണ്. ഇതിന് നമ്മൾ റിവേഴ്സ് കോസാലിറ്റി എന്ന് പറയും. അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എൻഡോജനസ് ആയിട്ട് സിസ്റ്റം ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് അറിയാം, ഹൈപ്പർ മണി ഈസ് എ ഫങ്ഷൻ ഓഫ്
credit needs of the economy is a function of what we can say credit needs of the economy. credit needs അനുസരിച്ച് ഹൈപ്പർ മണി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മണി മൾട്ടിപ്ലയർ ആയിട്ട് ഇൻവേഴ്സ് വാല്യൂ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ പോസ്റ്റ് കെയ്നീഷ്യൻ അപ്രോച്ച് ടു എൻഡോജനസ് മണി ക്രിയേഷൻ. ഇനി നമുക്ക് കുറേ അപ്രോച്ചസ് പഠിക്കാനുണ്ട്. അതായത് എന്താണ് ഈ എൻഡോജനസ് മണി ക്രിയേഷൻ പോസ്റ്റ് കെയ്നീഷ്യൻ തിയറിയിലെ തിയററ്റിക്കലായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തിയറിയൊക്കെ നമ്മൾ അതിൻ്റെ പഠിക്കേണ്ടത്. ദി കോൺസെപ്റ്റ് ഓഫ് എൻഡോജനസ് മണി സപ്ലൈ ഇസ് എ ബേസിസ് കോർ ഓഫ് ദി പോസ്റ്റ് കെയ്നീഷ്യൻ മോണിറ്ററി ഇക്കണോമിക്സ്. നമ്മൾ കെയ്നീഷ്യൻ മോണിറ്ററി ഇക്കണോമിക്സ് പഠിച്ചു, അല്ലാതെ കെയ്ൻസിൻ്റെ ഒത്തിരി കാര്യങ്ങളും പഠിച്ചു അല്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, എഫക്റ്റീവ് ഡിമാൻഡ്, കൺസംഷൻ ഫംഗ്ഷൻ ഒക്കെ പഠിച്ചു. കെയ്ൻസിൻ്റെ മോണിറ്ററി തിയറിയും പഠിച്ചു അല്ലേ. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പഠിച്ചു, അതിൻ്റെ ഡിമാൻഡ് ഫോർ മണി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് റിയൽ ഫിനോമിനൻ ഇവർക്കും ഉണ്ട്. അതുപോലെ ഇവർ എഫക്റ്റീവ് ഡിമാൻഡിനെ എന്ത് ചെയ്തു, കെയ്ൻഷ്യൻ തിയറിയിൽ അഡോപ്റ്റ് ചെയ്തു, നമ്മൾ കണ്ടു, ശരിയല്ലേ. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു മോണിറ്ററി ഇക്കണോമിക്സും ഉണ്ട്. അതാണ് അവരുടെ നമ്മളീ പറയുകയാണെങ്കിൽ എൻഡോജനസ് മണി എന്ന് പറയും. ദി ഡെവലപ്ഡ് റിവേഴ്സ്ഡ് കോസാലിറ്റി റണ്ണിങ് ഫ്രം ക്രെഡിറ്റ് ടു മോണിറ്ററി അഗ്രിഗേറ്റ്സ്. ക്രെഡിറ്റ് ആവശ്യത്തിൽ നിന്ന് മോണിറ്ററി അഗ്രിഗേറ്റ്സിലേക്ക് ഹൈപ്പർ മണിയുടെ വാല്യൂ, സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന റിസർവ് മണി, സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന പൈസയ്ക്ക് പറയുന്ന വരെ റിസർവ് മണി കേട്ടോ, അതൊക്കെ തീരുമാനിക്കുന്ന ഈ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, ആൻഡ് ദെൻ പോസ്റ്റ് കെയ്നീഷ്യൻസ് ഹാവ് ഡെവലപ്ഡ് ഇൻ്റർപ്രിറ്റേഷൻ ദാറ്റ് ഇസ് ഡിഫറൻറ്റ് ടു ദി കൺവെൻഷണൽ ആക്ടിവിറ്റീസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്. സാധാരണ നമ്മൾ എഴുതി വെച്ച തിയറിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ആസ് എ റിസൾട്ട് ദി പോസ്റ്റ് കെയ്നീഷ്യൻ വ്യൂസ് ഓൺ ദിസ് ഫോളോയിങ് പോസ്റ്റ് കെയ്നീഷ്യൻ വ്യൂസ് മാർജ്. നമുക്ക് ചില പോസ്റ്റ് കെയ്നീഷ്യൻ തിയറികളെ നമുക്ക് പഠിക്കേണ്ടി വരും ഈ കാര്യം. ഒന്ന് അക്കോമഡേറ്റേഷനിസം അല്ലെങ്കിൽ ഹൊറിസോണ്ടലിസം എന്ന് പറയും. ഇവർ കൊണ്ടുവന്ന രണ്ട് കോൺസെപ്റ്റുകളാട്ടോ. ഇവർ കൊണ്ടുവന്ന രണ്ട് കോൺസെപ്റ്റുകൾ, കാരണം എൻഡോജനസ് മണിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ, മണി എങ്ങനെ എൻഡോജനസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഇവരുടെ എക്സ്പ്ലനേഷൻസും 4 നമ്മളതിൻ്റെ അകത്ത് കുറേ കാണുക. ഒന്ന് അക്കോമഡേഷനിസം, 2 സ്ട്രക്ചറലിസം, സർക്യൂട്ട് തിയറി, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ഒരു സെക്കൻഡേ, അപ്പുറത്ത് ഒരാൾ വന്നിട്ട് ഞാൻ ഇപ്പോൾ അല്ല പോയേക്കരുത്, ഒരു 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ 4 കോൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു. അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഗ്രാഫിലിട്ട് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കാണുമോ എന്താണ് അക്കോമഡേഷനിസം. അക്കോമഡേഷനിസം അല്ലെങ്കിൽ ഹൊറിസോണ്ടലിസം എന്താണ്? ദി അക്കോമഡേഷനിസ്റ്റ് വ്യൂ ഓൾസോ നോൺ ആസ് ഹൊറിസോണ്ടൽ അപ്രോച്ച് വാസ് ഐഡൻറ്റിഫൈഡ് പ്രൈമറിലി വിത്ത് നെയിം ഓഫ് ബേസിക് ജിം ഓർ വേറെ കുറേ ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമറിലി ഇദ്ദേഹത്തിൻ്റെ പേരുന്നു. ദി സെൻട്രൽ ബാങ്ക് ഈസ് കൺസിഡർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ഇൻട്രസ്റ്റ് റേറ്റ്. സെൻട്രൽ ബാങ്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുക, വിച്ച് ഇറ്റ് ഗ്രാൻസ് ദി ലിക്വിഡ് റിസർവ് റിക്വസ്റ്റഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബേസിൽ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന്, കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് പൈസ ഇങ്ങനെ മേടിക്കാം. ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബേസിൽ പൈസ മേടിക്കാം. അതാണ് ഇവർ പറഞ്ഞത്. ദി ഇൻട്രസ്റ്റ് റേറ്റ് എസ്റ്റാബ്ലിഷ് എക്സോജനസ്ലി. ആരാണ്? സെൻട്രൽ ബാങ്ക്. അതുകൊണ്ട് നമ്മൾ എക്സോജനസ്ലി ഇത് ഓൺലി കൺസ്ട്രെയിൻറ്റ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് വിഷിംഗ് ടു റേസ് നെസറി ഫണ്ട്സ്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നമ്മൾ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആണെന്ന് വിചാരിച്ചു, അതൊരു 4.25% ആണെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് എത്ര പണം വേണമെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് മേടിക്കാം. അപ്പോൾ ഈ മണി സപ്ലൈ ഒരു പ്രശ്നമാണോ? അല്ല, അത് കൊമേഴ്സ്യൽ ബാങ്ക് ആഗ്രഹിക്കുന്ന പോലെ. അപ്പോൾ എൻഡോജനസ് ആ പടം ഇവർ ചെയ്യുന്നത് എന്താ, കൊമേഴ്സ്യൽ സെൻട്രൽ ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യും, 4.25 സെറ്റ് ചെയ്യും. Okay, so since the entire demand of the banking sector for liquid fund is made passively at a fixed interest rate, like repo rate, the reserve supply becomes perfectly flexible. എപ്പോൾ വേണമെങ്കിലും ഹൊറിസോണ്ടൽ ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര വേണമെങ്കിലും മണി സപ്ലൈ ബാങ്കിന് കിട്ടും. ആൻഡ് ദി ടാർഗറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ദി ബിഹേവിയർ ഓഫ് ദി സെൻട്രൽ ബാങ്ക് സ്റ്റെംസ് ഫ്രം ദിസ് റോൾ ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. കാരണം പൈസ കൊടുക്കാൻ സെൻട്രൽ ബാങ്കിന് ബാധ്യതയുണ്ട്. സെൻട്രൽ ബാങ്ക് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആസ് ഇറ്റ് ഹാസ് ടു ഗ്യാരണ്ടി ദി ബാങ്ക് സിസ്റ്റം ദി റിക്വയർഡ് ലെവൽ ഓഫ് ലിക്വിഡിറ്റി അറ്റ് ദി സെയിം ടൈം. It means that the authorities doesn't have the control over the amount of total money supply. അതിൻ്റെ അർത്ഥം എന്താ, മണി സപ്ലൈ മേളിൽ ഇവർക്കൊരു കൺട്രോളില്ല. ഇതാണ് മണി സപ്ലൈ. ഓക്കെ, സോ ഇതാണ് ഡിമാൻഡ് ഫോർ മണി. ഇനി ഇത് M0 ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബാങ്ക് ലോൺസാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുക. ഇവിടെ മോണിറ്ററി ബേസ് അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പർ മണിയാണ്. മനസ്സിലായാലോ. ഇതിന് ഈ ഹൈപ്പർ മണിയെ കാണിക്കുന്ന ഒരു കോഎഫിഷ്യൻ്റ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഡിമാൻഡ് ഫോർ മണി, ദെൻ സപ്ലൈ ഓഫ് മണി, this is what we can say the monetary base. Okay, so all those are what we can say horizontal straight line. At this interest rate, IL or IF, how many whatever amount you can get. Okay, so that is the significance of what endogenous money.
അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ബേസിക്കലി എന്താണ് സപ്ലൈ മണി, ഇത് നമുക്കറിയാലോ ഡിമാൻഡ് ഫോർ മണി എന്നുള്ള കാര്യം. ഓക്കെ, ഈ ഒറ്റ ലൈൻ രണ്ടിനെയും കൂടെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ബാങ്ക് ലോണിനെ നമ്മൾ കാണിക്കുന്നത്, ഇവിടെ നമ്മൾ മോണിറ്ററി ബേസിനെ ആയിരിക്കും നമ്മൾ കാണിക്കുക. ഇത് സെൻട്രൽ ബാങ്ക് സപ്ലൈ ചെയ്യുന്ന മണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ മോണിറ്ററി ബേസ് ആട്ടോ. മോണിറ്ററി ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പർ മണിയാണ്. അതല്പം കുറവായിരിക്കും, അതിനേക്കാളും കൂടുതലായിരിക്കും ഇത് നാരോ മണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. M1 അല്ലെങ്കിൽ M3 നമുക്ക് പറയാം. അത് മണി മൾട്ടിപ്ലയർ ഒക്കെ കൂടുമ്പോൾ ഇച്ചിരി കൂടും, മണി മൾട്ടിപ്ലയർ വാല്യൂ വെച്ച് അല്പം കൂടെ കൂടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ സപ്ലൈ മണി ഇങ്ങനെയായിപ്പോയത്. സെൻട്രൽ ബാങ്കിൻ്റെ മണി സപ്ലൈ ഇത് ഇങ്ങനെയായിരുന്നു, ചെറുതാണ്, അല്പം ചെറുതാണ്. അപ്പോൾ പക്ഷേ രണ്ടും നമ്മൾ ഓർക്കണം, രണ്ടിനും സ്റ്റേബിൾ ലൈൻ എത്ര ആ ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര മാത്രം വേണമെങ്കിലും എന്ത് കിട്ടും, ബാങ്കിന് പൈസ കിട്ടും. ബസ് ബാങ്കിന്, കൊമേഴ്സ്യൽ ബാങ്കിന്, സോറി ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിന് സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെയാണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും കൊമേഴ്സ്യൽ ബാങ്ക് ചേർക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതല്പം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കണം. ഇത് ഹൈപ്പർ മണിയുടെയും ഇത് അല്പം കൂടെ കൂടുതലായിട്ടുള്ള M1ൻ്റെ M3യുടെ ആയിരിക്കും. ഏത് വേണമെങ്കിലും എടുക്കാം, M1 ആവും M3 ആവും. പ്ലോട്ട് മണി എന്ന് പറഞ്ഞാൽ കൂടുതൽ മണി മൾട്ടിപ്ലയറിൽ കൂടെ കൂടുതൽ ബാങ്കുകൾ പൈസ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇത് ഡിമാൻഡ് ഫോർ മണിയാണ്. Okay, so the amount of money in circulation is determined by the demand for liquid credit or money from the private sector. If economic agents wish to increase money stocks or to meet their production and employment plans, they will always be able to do so at a certain price. കാരണം ഒരു സെൻട്രൽ ബാങ്കിന് കുറച്ച് പൈസയൊക്കെ സെക്യൂരിറ്റി കൊടുത്തിട്ട് എത്ര വേണമെങ്കിലും ലോൺ എടുക്കാൻ ആർക്ക് പറ്റും, ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കണം, ബാങ്കിങ് സിസ്റ്റത്തിന് പറ്റും. ആ പൈസ ബാങ്കുകൾ ആർക്ക് കൊടുക്കും, നമ്മുടെ ഫിനാൻഷ്യൽ നമ്മുടെ ബിസിനസ് സെക്ടറിന് കൊടുക്കും. ദാറ്റ്സ് ദി ഫങ്ഷൻ ഓഫ് മണി സപ്ലൈ should be regarded as horizontal and online. ഇത് റിസർവ് മണി, ഇത് ഇത് റിസർവ് മണി ഓർ ഹൈപ്പർ മണി. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന മണിയാണ് H0 എന്നോ നമ്മളതിനെ ബേസ് മണി എന്നോ പല പേരുണ്ട് കേട്ടോ. ബേസ് മണി എന്നോ ഹൈ പവർ മണി എന്നോ പിന്നെ നമുക്കതിന് റിസർവ് മണി എന്നൊക്കെ പേരിട്ട് വിളിക്കാം. ബേസിക്കലി കറൻസി ഇൻ സർക്കുലേഷൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഇക്കോണമി ഇരിക്കുന്ന കറൻസി സപ്ലൈ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ആ കറൻസിയൊക്കെ ഉപയോഗിച്ച് അതിനേക്കാളും കൂടുതലായിട്ട് സെൻട്രൽ ബാങ്ക് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ ലൈന്. മനസ്സിലായല്ലോ? സോ ഓക്കെ, ദി ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഈസ് എൻഡോജനസ് ആൻഡ് ഡിറ്റർമിൻ ഡിമാൻഡ് ബോത്ത് ഇൻ ദി ഷോർട്ട് റൺ ആൻഡ് ദി ലോങ് റൺ. ഓക്കെ, according to PKE, neither the commercial banks nor the central bank is able to control the credit money supply. Banks may initiate or constrain on the size of loan only if they interest rate increase മാത്രം. ബാക്കി ഒരു കാരണവശാലും മണി സപ്ലൈയുടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ബിസിനസ്സുകാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ മണി ഡിമാൻഡ് അനുസരിച്ച് ഇവരുടെ ഡിമാൻഡ് മണി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഹൊറിസോണ്ടൽ സപ്ലൈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് മണി സപ്ലൈ കൂടുകയാണെങ്കിൽ വെൻ ദി സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ഡിക്രീസസ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൊറിസോണ്ടൽ ഫങ്ഷൻ ഇതിങ്ങോട്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സെൻട്രൽ ബാങ്ക് ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതും ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അന്നേരം ഇതിങ്ങനെ പുതിയ ലൈൻ വരും, ഇതവിടെ പുതിയ ലൈൻ വരും. ആ കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തീർന്നു. ഇനി നമുക്ക് ഒരെണ്ണമുള്ളത് സ്ട്രക്ചറലിസം. അതും കൂടെ നമുക്ക് പഠിക്കാം. 37 മിനിറ്റായി വെച്ച സമയമായി, എന്നാൽ പോലും ഇതും കൂടെ നമുക്ക് നോക്കാവുന്നുള്ളൂ. അടുത്തത് സ്ട്രക്ചറലിസം. ഓക്കെ, എന്താണ് ഈ സ്ട്രക്ചറലിസം പറയുന്നത്? ദ മെയിൻ അഡ്വക്കേറ്റ്സ് ഓഫ് ദി സ്ട്രക്ചറൽ അപ്രോച്ച് ആർ റോബർട്ട് പോളിൻ, തോമസ് ഫസ്റ്റ്, പല്ലെ ആൻഡ് റെൻഡാൽ റെ. ദേ ഒബ്ജക്റ്റഡ് ദി ഐഡിയ ഓഫ് ഫുൾ അക്കോമഡേഷൻ ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ് ആസ് അൺറിയലിസ്റ്റിക്. ഫുൾ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴൊക്കെ കൊമേഴ്സ്യൽ ബാങ്കുകൾ കൂടുതൽ പൈസ ചോദിച്ചോ അതെല്ലാം സെൻട്രൽ ബാങ്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി കൊടുത്താൽ തന്നെ സെൻട്രൽ ബാങ്ക് പിന്നീട് പല ഇടപെടൽ നടത്തി കൊമേഴ്സ്യൽ ബാങ്ക് മേടിച്ചുകൊണ്ട് പോയ പൈസ തിരിച്ച് കുറേ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഫുൾ അക്കോമഡേഷൻ ഇഷ്ടം പോലെ എപ്പോഴും കൊമേഴ്സ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് മുഴുവൻ പൈസ വലിച്ചെടുക്കാമെന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യത്തെ സ്കൂളിൽ ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, now they rejected the idea of full accommodation and as describe it as unrealistic. In their opinion, the central bank may restrict the commercial bank's access to liquid resources. Central bank commercial bank കൊടുക്കുന്ന പൈസയെ ചെക്ക് ചെയ്യും യൂസിങ് ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. കൊമേഴ്സ്യൽ ബാങ്ക് എടുത്തു വന്ന് കുറേ പൈസ തിരിച്ച് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പോലുള്ള പരിപാടി നടത്തി ഇവർ തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, വിച്ച് ആർ ദി മെയിൻ മെത്തേഡ് ഓഫ് ഇൻഷുർ ലിക്വിഡിറ്റി ഫോർ ദി ബാങ്ക് സിസ്റ്റം. അക്കൗണ്ട് ദി സ്ട്രക്ചറലിസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ capable of getting funds from other sources as well. കോൾ മണി മാർക്കറ്റ് ഒരു എക്സാമ്പിൾ ഇട്ടേക്കുന്നുള്ളൂ കേട്ടോ. എന്താണിത്? കോൾ മണി മാർക്കറ്റ്. അവിടെ പോയി കൊമേഴ്സ്യൽ ബാങ്കിന് ഇഷ്ടംപോലെ ലോൺ കിട്ടും. ലോൺ ഓപ്ഷൻ വഴി എല്ലാവരും വിളിച്ചെടുക്കാം.
അപ്പോൾ അവിടെ നിന്നൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിന് വേണമെങ്കിൽ പൈസ മേടിക്കാമെന്നാണ് ഈ ആൾക്കാർ പറയുന്നത്, സ്ട്രക്ചറലിസ്റ്റ്. ബട്ട് ദിസ് വിൽ യൂഷ്വലി ബി മോർ കോസ്റ്റ്ലി, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം ഇൻ ദി ഷോർട്ട് ടൈം. ദെയർഫോർ സെൻട്രൽ ബാങ്ക് ഡസൻറ്റ് കംപ്ലീറ്റ്ലി ലോസ് കൺട്രോൾ ഓവർ ദ മണി സപ്ലൈ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് സെൻട്രൽ ബാങ്കിന് മണി സപ്ലൈ മുകളിൽ കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല. വിച്ച് മീൻസ് ദ ഐഡിയ ഓഫ് ഫാസി എക്കോണമി ഇസ് നോട്ട് ടു. എപ്പോഴും എന്താണ് നമ്മൾ പറയുക, സെൻട്രൽ ബാങ്കിന് ഒരു കൺട്രോളും ഇല്ല എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണ്. സോ ദസ് ദ അഗ്രിഗേറ്റ് ക്രെഡിറ്റ് സപ്ലൈ കർവ് ഇസ് നോട്ട് ഹൊറിസോണ്ടൽ ബട്ട് സ്ലോപ്ഡ് പോസിറ്റീവ്ലി. ഇപ്പോൾ ക്രെഡിറ്റ് സപ്ലൈ കർവ് ഇങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയല്ല. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ് ആർ നോട്ട് എക്സോജനസ് ബട്ട് ചേഞ്ച് എൻഡോജനസ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോണിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതാണ്. ഇൻ ദി ലോങ് റൺ ഹവർ ദി സിറ്റുവേഷൻ ലുക്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബീങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ഓൺ മാക്സിമൈസിംഗ് പ്രോഫിറ്റ് ട്രൈ ടു അവോയ്ഡ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക്. ഓക്കെ, ലോങ് റണ്ണിൽ ഇവരെന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് കൊണ്ട് റെസ്ട്രിക്ഷൻ മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യായിട്ട് വേറെ പലയിടത്തും ലോൺ മേടിക്കും. ടു ദിസ് ആൻഡ് ദേ വിൽ ബിഗിൻ ടു ഇംപ്ലിമെൻറ്റ് വേരിയസ് ഇന്നോവേഷൻസ് ഇൻ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പല ഇന്നോവേഷൻസ് നടത്തി ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവരെന്ത് ചെയ്യും, കൂടുതൽ സ്വന്തമായിട്ട് മണി മേടിക്കാൻ നോക്കും. ഓക്കെ, ദിസ് വിൽ എനേബിൾ ദം ടു ഗ്യാരണ്ടി ജനറേറ്റ് അഡീഷണൽ ലിക്വിഡ് ഫണ്ട്സ്. അങ്ങനെ അവർക്ക് കൂടുതൽ പൈസ കിട്ടും. ആൻഡ് വീക്കൻ ദി പൊസിഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. ആൻഡ് സെൻട്രൽ ബാങ്കിൻ്റെ പൊസിഷൻ ഭയങ്കര വീക്കനായി തീരും. ഓക്കെ, അൺലൈക്ക് ദി ഹൊറിസോണ്ടൽ അപ്രോച്ച്, ദി ഇൻക്രീസ് ഇൻ ലെൻഡിങ് ഡസൻറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദി റിസർവ് അവൈലബിൾ അറ്റ് എനി ടൈം ബട്ട് ഫ്രം ദി. ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഭയങ്കര നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയും, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അൺലൈക്ക് ദി ഹൊറിസോണ്ടൽ അപ്രോച്ച്, ഹൊറിസോണ്ടലിസിൻ്റെ പോലെ ദ ഇൻക്രീസ് ഇൻ ലെൻഡിങ് ഡസൻറ്റ് റിസൾട്ട് ഫ്രം ഇൻക്രീസ് ഇൻ ദി റിസർവ് അവൈലബിൾ അറ്റ് എനി ടൈം ഓഫ് സെൻട്രൽ ബാങ്ക്. കൂടുതൽ ലോൺ കൊടുത്തു എന്നതിൻ്റെ അർത്ഥം സെൻട്രൽ ബാങ്കിന് എന്താ പറയുക, സെൻട്രൽ ബാങ്ക് കൊടുത്ത കൂടുതൽ പൈസയിൽ നിന്ന് ലോൺ കൊടുത്തതാണെന്നൊന്നും നിർബന്ധമില്ല. ബട്ട് ഫ്രം ദി എവല്യൂഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ആസ് ആൻ എൻഡോജനസ്. സെൻട്രൽ ബാങ്ക് പൈസ കൊടുത്തില്ലെങ്കിലും ഇവർ മാർക്കറ്റിൽ നിന്ന്, കോൾ മണി മാർക്കറ്റിൽ നിന്ന് മേടിക്കും, CBLO മാർക്കറ്റിൽ നിന്ന് മേടിക്കും, ആ മാർക്കറ്റിൽ നിന്ന് ഈ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന അർത്ഥം മനസ്സിലായല്ലോ. നൗ അറ്റ് ദിസ് നെയിം സജസ്റ്റ്, ഇവർ ഈ പറയുന്ന പോലെ, ഇവരുടെ പേര് സ്ട്രക്ചറലിസം എന്നാണല്ലോ പേര് പറയുന്ന പോലെ, ഇക്കോണമിക്കകത്തെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് മണി സപ്ലൈ ഇവിടെ. ഓക്കെ, ദിസ് അപ്രോച്ച് എംഫസൈസ് ദ റോൾ ദാറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി ഡിമാൻഡ് എങ്ങനെ വരുന്നു ബിസിനസ്സുകാരുടെ അടുത്ത് ഓൺ ദി വൺ ഹാൻഡ്. സോ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ അസറ്റ്സിനോ പലയിടത്തു നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലോൺ എടുക്കും, സെൻട്രൽ ബാങ്കിൽ നിന്ന് മാത്രമല്ലാതെ. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ദെയർ സപ്ലൈ. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യും, സെൻട്രൽ ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൂടുതൽ മറ്റ് സെഗ്മെൻറ്റിൽ നിന്നും പൈസ കിട്ടും ഇൻ ഡിറ്റർമിൻ ദി ലെവൽ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ എത്ര ക്രെഡിറ്റിന് ഡിമാൻഡ് കൂടി അല്ലെങ്കിൽ എന്താണ് സപ്ലൈ കൂടി, അങ്ങനെ പുതിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്താണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ആസ് ദി ഫൈനാൻഷ്യൽസ് ഇൻക്ലൂഡിങ് മണി സപ്ലൈ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ലോങ് റണ്ണിൽ എന്ത് സംഭവിക്കും, മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എൻഡോജനസ് ആയിട്ട് തീരുമാനിക്കപ്പെടും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് എൻഡോജനസ്. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ അസറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ നീഡ്സ്, പ്രിഫറൻസസ്, എക്സ്പെക്റ്റേഷൻസ്, ബിസിനസ്സുകാരുടെ പ്രിഫറൻസസ്, ലിക്വിഡിറ്റി പ്രോബ്ലംസ് പോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻട്രസ്റ്റ് എന്താണ് ലോൺ എടുക്കുന്നതിൻ്റെ കോസ്റ്റ്, ബിസിനസ് എൻവയറമെൻറ്റ് കണ്ടീഷൻ, കൂടുതൽ ബിസിനസ് നന്നാണെങ്കിൽ ലോൺ കൂടുതൽ എടുക്കും. സോ ഇതെല്ലാം ആയിട്ടാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ഡിമാൻഡ് ഫോർ അസറ്റ്, ലോണിൻ്റെ ഡിമാൻഡ് തീരുമാനിക്കും. ഇൻ ടേൺ ദി സപ്ലൈ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് റിയാക്ട് എൻഡോജനസിൽ ടു ഡിമാൻഡ് മാറുന്ന അനുസരിച്ച്, ബിസിനസ്സുകാരുടെ മണി ഡിമാൻഡ് മാറുന്ന അനുസരിച്ച് മണി സപ്ലൈയുടെയും മണി സപ്ലൈയും കൂടുകയോ കുറയുകയോ ചെയ്യും. സോ ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി ദർ ഈസ് എൻഡോജനസ് സപ്ലൈ ഓഫ് മണി. ഓക്കെ, സോ സ്ട്രക്ചറലിസം ആണെങ്കിൽ പോലും ഇവരും പറയുന്നത് സ്റ്റിൽ ദി മാനർ ഓഫ് ദിസ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ലാർജ് എക്സ്റ്റെൻറ്റ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ്. ഇപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു സ്റ്റാൻസ്, ഈ ബാങ്കുകൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും, ഇവിടുന്ന് മേടിക്കാൻ പറ്റും, അതൊക്കെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അതിനൊക്കെ അനുസരിച്ചായിരിക്കും എൻഡോജനസ് ആയിട്ടുള്ള മണി സപ്ലൈയും പോലും നിലനിൽക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നിൻ്റെ നോട്ട് ഞാൻ ഇട്ടേക്കാം, എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയേക്കണം കേട്ടോ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന്. ഓക്കെ, ഒരു സെക്കൻഡേ.